അവസരത്തിലാണ് നടക്കുന്നത്. അതാണ് കാട്ടാനൊക്കെ യൂഷ്വൽ എക്സസൈസ് ഉള്ളത് കാരണം നടന്ന് മരം കൊമ്പ് കുത്തിയടിക്കുമ്പോഴൊക്കെ കൊമ്പ് തേഞ്ഞ് വൃത്തിയാകാനുള്ള അവസരമുണ്ട്. നാട്ടാനകൾക്ക് അതിനുള്ള അവസരം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പ്രക്രിയ കൃത്രിമമായി ചെയ്യേണ്ടിയിരിക്കുന്നു. വർഷത്തിലൊരിക്കലോ 2 വർഷത്തിലൊരിക്കലോ കൊമ്പിൻ്റെ നീളം കൂടി ആനയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അവസരത്തിലാണ് ഈ പ്രക്രിയ ചെയ്യുന്നത്. ദേവസ്വം വക വെറ്ററിനറി ഡോക്ടർ, ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ, വനംവകുപ്പ് അധികാരികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ കൊമ്പൊരുക്കൽ പ്രക്രിയ നടത്തുന്നത്. ഫോറസ്റ്റ് വെറ്ററിനറി സർവേയിൽ അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം കൊമ്പിൻ്റെ അധികമുള്ള ഭാഗം മുറിക്കുകയും മുല്ലമൊട്ടിൻ്റെ ആകൃതിയിൽ ഈ കൊമ്പ് ഒരുക്കി വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ തന്നെ ഈ ആനയെ സംബന്ധിച്ച് പല പ്രത്യേകതകളുണ്ട്. 1998 അന്നത്തെ ദേവസ്വം വാങ്ങിയതിന് ശേഷം നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി മാറിയ ഒരു ആനയാണ്. പ്രത്യേകിച്ച് ആനയുടെ സ്വഭാവ സവിശേഷത കൊണ്ടുകൂടിയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. വളരെ ശാന്തനാണ്. ഏതൊരു മതപ്പാടിലും ആനക്കാരനും ആർക്കും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 2 വർഷം